ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തോട് അനുബന്ധിച്ചിട്ടുള്ള കനോലി ഇക്കോ ടൂറിസം സെൻറ്റർ ഒരു പ്ലോട്ടിനകത്താണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ തൊട്ടടുത്താണ്, ഏതാണ്ട് ഒരു 1-2 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ പ്രധാന നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പോൾ ഇത് ഒരുപാട് ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണിത്. ഇവിടെ ഈ ഒരു വനമേഖലയാണ്. ഇവിടെ ഈ വനത്തിൽ നിറച്ച് തേക്കുകളുണ്ട്, അതുപോലെ തന്നെ അപൂർവ ഇനം മരങ്ങൾ, അങ്ങനെയുള്ള ഒരു ടൂറിസം പദ്ധതിയാണിത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപയാണ്. ഇവിടെ ഈ കനോലി ഇക്കോ ടൂറിസത്തിൻ്റെ സെൻറ്ററിൻ്റെ ഒരു ലേഔട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്ലോട്ടിൽ മിക്കയിടത്തും ഇതുപോലുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടങ്ങൾ കാണാം. ഇവിടെ പവർ കൺട്രോൾ റൂം, അതുപോലെ വർക്ക് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കെട്ടിടങ്ങൾ ഇവിടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നതായിരിക്കണം. എന്തായാലും ഇത്രയധികം കെട്ടിടങ്ങൾ ഇവിടെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ഏത് കാലഘട്ടത്തിലേതായിരുന്നു എന്ന് അറിയില്ല. ചാലിയാർ പുഴയുടെയും കുതിരപ്പുഴയുടെയും ഒരു സംഗമ സ്ഥലമാണ് ഇവിടെ. ഇവിടെ കുറച്ച് തേക്ക് മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും താരതമ്യേന ചെറിയ മരങ്ങളാണ്. ഈ പുഴയ്ക്ക് അക്കരെയാണ് കനോലി പ്ലോട്ടിൻ്റെ പ്രധാന കാഴ്ചകളിലൊന്നായിട്ടുള്ള വർഷങ്ങളോളം പഴക്കമുള്ള തേക്ക് പ്ലാന്റേഷൻ ഉള്ളത്. ഇപ്പോൾ ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വലിപ്പമുള്ളതുമായിട്ടുള്ള തേക്ക് മരങ്ങളിൽ ഒന്ന് അവിടെ ഉണ്ട്. ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഈ പുഴയ്ക്ക് കുറുകെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ആ തൂക്കുപാലത്തിൻ്റെ സൗകര്യം നമുക്കിപ്പോൾ ലഭ്യമല്ല. നമ്മളുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഓരോരുത്തരോടും ആ കാര്യം അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ഒരുപാട് തിരക്കുള്ള ഒരു ജങ്കാർ സർവീസും ഈ പുഴയ്ക്ക് അക്കരയ്ക്ക് ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പുണ്ടായിട്ടുള്ള ഒരു ബോട്ട് അപകടത്തിന് ശേഷം കേരളത്തിൽ എല്ലായിടത്തും ജങ്കാർ സർവീസുകൾ നിരോധിച്ചപ്പോൾ കൂട്ടത്തിൽ ഇവിടുത്തെ സർവീസ് നിരോധിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്കിപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ പോകാൻ പറ്റില്ല. തേക്ക് മരങ്ങൾ മാത്രമല്ല മറ്റു പലതരത്തിലുള്ള മരങ്ങളും ഇവിടെയുണ്ട്. പലതിൻ്റെയും താഴെ അതിൻ്റെ പേരും എഴുതി വച്ചിട്ടുണ്ട്. സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ജനത്തിരക്ക് ഉണ്ടാവാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചീനി എന്ന പേരിലുള്ള ഒരു മരമാണിത്. അത്യാവശ്യം വണ്ണമുള്ള ഒരു മരമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച, കനോലി പ്ലോട്ടിലേക്കുള്ള ഒരു എൻട്രൻസ്. തൂക്കുപാലം വഴിയും ജങ്കാർ സർവീസ് വഴിയും അങ്ങോട്ടുള്ള പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ നക്ഷത്രവനം. ഈ നക്ഷത്രവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കൊരോ ജന്മനക്ഷത്രം ഉണ്ടെന്നൊക്കെ പറയാറുള്ളൂ. ഈ ഹിന്ദു വിശ്വാസങ്ങളിലൊക്കെ പറയാറുണ്ട് ജന്മനക്ഷത്രം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മരങ്ങളും ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രക്കാരുടെ ഓരോ നക്ഷത്രത്തിലും പെട്ട മരങ്ങളെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അടുത്ത് തന്നെ അതിൻ്റെയൊക്കെ പേരുകളും എഴുതി വെച്ചിട്ടുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ആദ്യം പറയാറുള്ളത് അശ്വതിയൊക്കെയാണ്. അശ്വതി, ഭരണി അങ്ങനെയാണ് തുടങ്ങാറുള്ളത്. നമുക്കിവിടെ ആദ്യം ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇതാണ് അനിഴ നക്ഷത്രക്കാരുടെ ഇലഞ്ഞി മരം. ഇവിടെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കരിമ്പനയാണ് ഇവിടെ ഉള്ളത്. ആ കരിമ്പന ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ രേവതി നക്ഷത്രക്കാരുടെ ഇലിപ്പമരം ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുപോലെ ഒട്ടുമിക്ക മരങ്ങളും ഉണങ്ങിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നനവൊക്കെ വളരെ കുറവാണ്. ഇത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ മാവ് പിന്നെ എല്ലാവരും സാധാരണയായിട്ട് കാണാറുള്ളതാണ്. മൂല നക്ഷത്രക്കാരുടെ വെള്ള പൈൻമരമാണ്. ഇതാണ് ഈ പൈൻമരത്തിൻ്റെ ഇലകൾ.
അവിട്ടം നക്ഷത്രക്കാരുടെ ഒരു മരമാണിത്. ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് ഇവിടെ വ്യക്തമല്ല, തുരുമ്പായിട്ട് പോയിട്ടുണ്ട്. ആ മരങ്ങൾ നമുക്കിവിടെ കാണാം. ഒരു ഡിവി മരത്തിൻ്റെ പോലുള്ളൊരു മരമാണ്. എരിക്ക് മരം കാണാം. പിന്നെയുള്ളത് ഉത്രാടം നക്ഷത്രക്കാരുടെ പ്ലാവ് മരം. ഇവിടെ പൂരാടം നക്ഷത്രക്കാരുടെ വഞ്ചി മരമാണിത്. ഇതാണ് ഈ വഞ്ചി മരം. ഇതാണ് ചോതി നക്ഷത്രക്കാരുടെ നീർമരുത് എന്ന മരം. ചിത്തിര നക്ഷത്രക്കാരുടെ കൂവള മരമാണ്. കൂവള മരമൊക്കെ സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത്തം നക്ഷത്രക്കാരുടെ അമ്പഴ മരമാണിത്. ഇത്തിമരം. ഇതാണ് ഇത്തിമരം. അതാണ് പൂര നക്ഷത്രക്കാരുടെ പ്ലാശ്. നക്ഷത്രക്കാരുടെ പേരാല് എന്തായാലും ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മരമാണിത്. നക്ഷത്രക്കാരുടെ നങ്ക് എന്ന മരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ നങ്ക് എന്നുള്ള പേര് കേൾക്കുന്നത്. കാർത്തിക നക്ഷത്രക്കാരുടെ ആത്തി എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്. എന്തായാലും അത്തിമരമാണ് എന്നാണ് ഞങ്ങളിവിടെയൊക്കെ. ഇതാണ് മകയിരം നക്ഷത്രക്കാരുടെ കരിങ്ങാലി മരമാണ്. നമ്മൾ സാധാരണ കരിങ്ങാലി മരമൊക്കെ വെള്ളത്തിൽ ഇട്ട് കുടിക്കാറുണ്ട്. ആ ഒരു കരിങ്ങാലി മരമാണ് ഈ കാണുന്നത്. ഇതാണ് തിരുവാതിരം നക്ഷത്രക്കാരുടെ കരിമരം. പൂയം നക്ഷത്രക്കാരുടെ അരയാൽ മരമാണ്. അരയാൽ മരം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതാണ് അരയാൽ മരം. അപ്പോൾ ഇനി ഏതെങ്കിലും നക്ഷത്രക്കാരുടെ മരങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ നിൽക്കുന്നതിൽ ഉണങ്ങിപ്പോവാത്ത മരങ്ങളാണ്. ഭരണി നക്ഷത്രക്കാരുടെ നെല്ലിമരം ഇവിടെ കാണാം. ഇതിവിടുത്തെ ബട്ടർഫ്ലൈ ഗാർഡനാണ്. ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഉണങ്ങിയതും വാടിയതുമായിട്ടുള്ള കുറച്ച് ചെടികൾ മാത്രമാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഈ കനോലി ഇക്കോ ടൂറിസം സെൻ്ററിലെ കാഴ്ചകൾ. ഇവിടെ പോയി 40 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ നമുക്ക് ആകർഷകമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കാഴ്ചകൾ ഈ വനമേഖല കാര്യങ്ങളൊക്കെ ഇത് തന്നെ മതി. പക്ഷേ ഇതൊന്നുകൂടെ ആകർഷകമായ രീതിയിൽ ജലസേചനമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ, നമ്മുടെ നക്ഷത്രവനം ഒക്കെ നമ്മൾ കണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടെ വളമൊക്കെ ചെയ്ത് പരിപോഷിപ്പിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗാർഡൻ സെറ്റപ്പുകളൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇനി ഇവിടെ ടൂറിസം ഒന്നുകൂടെ വിപുലപ്പെടുത്താനായിട്ട് ചില പദ്ധതികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. എന്നാലും വലിയ പ്രതീക്ഷകളുള്ള കാഴ്ചകളൊന്നും തന്നെ ഇവിടെ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ അപൂർവയിനം മരങ്ങളുടെയൊക്കെ ശേഖരണങ്ങൾ ഇവിടെ കാണാം നമുക്ക്. പക്ഷേ പലതും ബോർഡുകൾ മാത്രമാണ്, അവിടെ ഒന്നും മരങ്ങളില്ല. രക്തചന്ദനം, കരിമരം, പൊന്നുഞാവൽ എന്നൊക്കെ എഴുതിയിട്ട് ഒരുപാട് ബോർഡുകൾ ഇവിടെ കാണാറുണ്ട്. പക്ഷേ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഉണങ്ങിപ്പോകാറായിട്ടുള്ളത് വളരെ ചെറിയ തൈകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഇവിടെ ഒരു കാഴ്ചക്കാർക്ക് കണ്ട് ആസ്വദിക്കാവുന്ന രീതിയിൽ ഒരു ടൂറിസം വികസിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വന്ന വഴിയാണിത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മരത്തിൻ്റെ കായ്കൾ നിറയെ വീണ് കിടക്കുന്നുണ്ട്. ഇത് എന്ത് മരത്തിൻ്റെയാണെന്ന് അറിയില്ല. ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു കൂറ്റൻ മരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മരത്തിൻ്റെ പേര് ഈ മരത്തിൽ തന്നെ എഴുതി തൂക്കിയിട്ടുണ്ട്. മലവേപ്പ് എന്നാണ് ഈ മരത്തിൻ്റെ പേര്. എന്തായാലും മരവേപ്പിൻ്റെ കായ്കൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്.